ഇന്നലെ ഞാനൊരു പിച്ചക്കാരനെ കണ്ടു. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, ചിറക്കര അമ്പലത്തിൽ. ഞാൻ അമ്പലത്തിൽ കാണിക്ക ഇടാനായിട്ട് കുറച്ച് ചില്ലറ മാറ്റി വെച്ചിരുന്നു. അതിൽ 10ൻ്റെ തൊട്ട് 5ൻ്റെ തൊട്ട് 1, 2 ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവർക്ക് എൻ്റെ ഉണ്ടായിരുന്ന ബാക്കി ഒന്ന് കാണിക്കുണ്ടല്ലോ, 1-2 രൂപ അതെടുത്ത് ഞാൻ കൊടുത്തു. മൈ ഗുഡ്നസ്, അവരെന്നെ പ്രാവിയോ അതോ വഴക്ക് പറയുകയാണോ എനിക്കറിയില്ല. ആ പൈസയെ നോക്കി തുറിച്ച് നോക്കി വളരെ വൈകാരികമായിട്ട് സംസാരിച്ചു കൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇതേ കണക്ക് വേറെ അവസരം ഉണ്ടായത്. എൻ്റെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ കയറി വന്നു. എന്നിട്ട് ഞാൻ ഒരു 5 രൂപ എടുത്ത് കൊടുത്തു. 5 രൂപ ഒന്നും പോരാ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഇപ്പം തുട്ടില്ല, അപ്പം ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഗൂഗിൾ പേ എന്തായാലും ചെയ്യത്തില്ല. ഗൂഗിൾ പേ ചെയ്താലൊരു പ്രശ്നം അവിടെ ഉള്ളത്, നമ്മളിപ്പം അക്കൗണ്ട് ഫ്രീസ് ആവാനൊക്കെ ഇത് മതി. ഏതെങ്കിലും ഫ്രോഡ് ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്താൽ നമ്മളെ അക്കൗണ്ട് കൂടെ ഫ്രീസ് ആവും. ഇപ്പോൾ ഡൽഹിയിലൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഫ്രീസ് ആവാനുള്ള മെസ്സേജ് വന്നു. പിന്നെ ഡൽഹി പോയിട്ട് നമുക്ക് കൺവേ ചെയ്യേണ്ട ഇഷ്യൂസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് UPI ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ബാങ്ക്. നിങ്ങൾ നോർമൽ ഒരു സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏത് തരം അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ UPI കണക്ട് ചെയ്യരുത്. 2-3 വർഷമായിട്ട് ഫ്രീസായി കിടക്കുന്ന, ഇത് എനിക്ക് ട്രാൻസാക്ഷൻ ഫ്രീസായി കിടക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ട്. അവരുടെ പൈസ FD സഹിതം ഫ്രീസാവും. മറ്റേതോ ഫ്രോഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിയിട്ടോ നമ്മൾ അക്കൗണ്ട് ഫ്രീസാക്കാനായിട്ട് ഇത് മതി. UPIക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി മാക്സിമം ഒരു 5-10 അതിൽ കൂടുതൽ ഇടരുത്. നമ്മൾ കൂടുതൽ പൈസ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസും കൂടും. മോറൽ ഓഫ് ദി സ്റ്റോറി, നിങ്ങൾ പിച്ചക്കാർക്ക് ഒരിക്കലും UPI ചെയ്ത് കൊടുക്കരുത്. ഫോൺപേ, ഗൂഗിൾ പേ ഇതൊന്നും പിച്ചക്കാർക്കൊന്നും ചെയ്ത് കൊടുക്കരുത്. ഉടനടി ബ്ലോക്ക് ആവാൻ സാധ്യതയും കൂടി വരും. സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ബൈ.